ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഡാൻസ് കളിച്ചും പാട്ടുകളൊക്കെ കേട്ട് നല്ല വൈബായിട്ട് ഇരിക്കുമ്പോൾ മിമിക്രി ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും റെസ്റ്റിങ്ങിനും ചിരിക്കാനുള്ള സമയമാണ് ഇനി, അല്ലേ? നിങ്ങൾക്ക് മിമിക്രിയിലൂടെ ഇനി കുറെ താരങ്ങളുടെ ശബ്ദത്തിലൂടെ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ പോവുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ മിമിക്രി സക്സസ് ആവുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാം പാട്ടുകാർക്ക് സപ്പോർട്ട് കൊടുത്തു. ഇനി ബസ്സിന്റെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം. നമുക്ക് ഈ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വ്യത്യാസം. ഒരു നടന്റെ ശബ്ദത്തിൽ നിന്ന് ഒരു നടന്റെ ശബ്ദം തന്നെ ഒരു ചെറിയ ഒരു ഇത് കൊടുത്താൽ നമുക്ക് വേറെ ശബ്ദത്തിലേക്ക് ഇങ്ങനെ മാറി മാറി പോകാം ഒരു മിമിക്രി ചെയ്യുക നേരത്തെ. ഇപ്പൊ നമുക്ക് പല നമ്മള് ന്യൂസുകൾ കാണാറുണ്ട്. ന്യൂസുകൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ന്യൂസ് റിപ്പോർട്ടർ, ന്യൂസ് റീഡർ ഒരു കാര്യം പറഞ്ഞ് ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ റിപ്പോർട്ട് വരുന്നത്, റിപ്പോർട്ടർ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ 24 ന്യൂസിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം. പെരുന്നാളിന്റെ ആഘോഷ തിമിർപ്പിലാണ് എല്ലാവരും. ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് കലാകാരന്മാരും ചേർന്നുള്ള പരിപാടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിന്റെ കൂടുതൽ റിപ്പോർട്ടിൽ ഒരു കടൽ പോലെയുള്ള ഒരു ജനസമൂഹത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവരുടെ ആരവം നിങ്ങൾക്ക് കേൾക്കണോ? അടിപൊളി. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ. എന്തായാലും അടിപൊളിയായിരിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ആരൊക്കെയാണ്? ഈ പരിപാടിയിൽ ഒരുപാട് കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. സിദ്ധാർത്ഥ മേനോനൊക്കെ പങ്കെടുക്കുന്നത് മാത്രമല്ല, ഈ പരിപാടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് SS ആണ്. SS എക്സ്പീരിയൻസ് ആണ്. സോഷ്യൽ സയൻസ് എക്സ്പീരിയൻസ് പോയി. എന്താണ് ഇങ്ങനത്തെ ഉള്ള സമയങ്ങളിൽ ചളിയടിക്കുകയാണോ? അല്ലെ, ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചളിയടിച്ചാണ്. എന്തായാലും അവസാനം ചേട്ടാ എന്തിട്ടുണ്ട്? നിങ്ങൾ കണ്ണട വെച്ച് മുകളിലേക്കാണോ നോക്കുന്നത്? ഞാൻ സ്റ്റേജിലാണോ നിൽക്കുന്നു? എന്ത് പറ്റി? ചേട്ടന്റെ മുഖം കണ്ടിട്ട് അത്ര സുഖകരമല്ലാന്ന്, അല്ലാതെ ഒരു എനർജി കുറവ്. രാവിലെ എന്തായാലും കഴിച്ചു കൂട്ടം കറി അതുകൊണ്ട് ചെറിയൊരു തൊറിയുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഈ പരിപാടി ബാൻഡിലൊക്കെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള നസ്ലിൻ ഇവിടെ ഉണ്ട്. നസ്ലിൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. നസ്ലിന്റെ ഫാൻസ് ഉണ്ട് ഇവിടെ. കേട്ടില്ല വിനീതേട്ട, എന്റെ ഫാൻസ് ആണ് മൊത്തം. എല്ലാവരും നല്ലൊരു കൈയിടിക്കി. അടിപൊളി. സത്യം പറഞ്ഞ ഈ പരിപാടിക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തൊരു ആക്ടറായിരുന്നു ഞാൻ. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ല, നമ്മുടെ ചങ്ക് കിടന്ന് പിടയ്ക്കുകയാണ്. ചേച്ചി ചിരിക്കുക. ചേച്ചി എന്റെ സിനിമകളൊക്കെ കാണാറില്ലേ? എന്റെ ചേച്ചി സിനിമകളൊക്കെ കാണാറില്ലേ? ചേച്ചിക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാണ്? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്തിനാണ് ഫസ്റ്റ് അഭിനയിച്ചത്? നിനക്ക് മറ്റേ ഡയലോഗ് കൂടെ പറയായിരുന്നില്ലേ ഒരു ഭംഗിക്ക്? ഇങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഈ അടിപൊളി പരിപാടി എന്തായാലും ഹിറ്റ് ആവട്ടെ. സത്യം പറഞ്ഞ എന്നെ കോപ്പി അടിച്ചിട്ടാണ് ആസിഫ് അലിക്ക നമ്മളെ അടിയോ മിക്കോസ്. ഈ പ്രശ്നമൊക്കെ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ലൈഫിൽ കത്തിക്കണവരെ പോകണം. ഇങ്ങനെ പറയട്ടെ. അപ്പൊ എന്നെ കോപ്പി അടിച്ചിട്ടല്ലേ ആസിഫ് അലിക്ക് വലിയ സ്റ്റാർ ആയത്. എന്തായാലും കുഴപ്പമില്ല. സുഖാണോ? നെടുമ്പാശ്ശേരിന്ന് വന്നപ്പോ തന്നെ കള്ളിന്റെ വിചാര ചേച്ചി അടിച്ച് കയറി വാ. കൊഞ്ചോ ചേട്ടന്മാരെ, കള്ള കപ്പയോ കരിമീനോ കൊഞ്ചോ എന്നെ അടിച്ച് കയറി വാ. ചേട്ടൻ അടിച്ച് കയറി വാ. ചേട്ടൻ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സൂര്യ. മറ്റൊരാൾ വയറോ നമ്മുടെ സുരേഷ് കൃഷ്ണ വയറിലായി. അദ്ദേഹം ഇടപെട്ടല്ലോ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സുരേഷ് കൃഷ്ണ. ചേച്ചി ചേട്ടന്മാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സത്യസത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ എന്തെങ്കിലും പ്രശ്നപ്പെട്ടോ? ഇനി ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ഗായകർ പാടുമ്പോൾ ഒരു പാട്ട് മുഖ്യമന്ത്രി പാടാതിരിക്കുന്നത് മോശമല്ലേ? പ്ലേ ദ സോങ് മഹേഷ് സോങ്.
ഇങ്ങനെയുള്ള കുറേ ന്യൂവാൻസസ് എനിക്ക് VKP നിന്നും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സെറ്റിലായിട്ട് പെർഫോം ചെയ്യുക? അച്ഛനെ എവിടെയൊക്കെ പ്രസന്റ് ചെയ്യാൻ വിടുന്നു അവിടെ ഒന്നും അച്ഛനെ present ചെയ്യാൻ പറ്റില്ല. മറ്റു കൂടെ പക്ഷെ അതിനേക്കാൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയ കുട്ടികളൊന്ന് യൂറോപ്പിൽ അമേരിക്കയിൽ പോകുന്നവര് നാട്ടിലേക്ക് പണം അടയ്ക്കാൻ പോകും അവിടെ ചെന്ന് കാർഡ് മേടിച്ചാൽ ഈ ടീമിൽ കളിക്കുമ്പോൾ ഉറപ്പായിട്ടും കപ്പടിക്കും. ആറാറിനെ കൊണ്ട് ഒരു കളി ജയിക്കും. അന്നമാണ് ഞാൻ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീവിതത്തിൽ അമ്മ നടത്തുന്നു നിങ്ങളുടെ സുഹൃത്തായിരുന്നു ഇദ്ദേഹത്തിന് എന്നെ കേൾക്കുമ്പോൾ പോകാം. ഈ സിനിമയുടെ സമയം ആരൊക്കെ ഉണ്ടാക്കി നേരല്ലേ അങ്ങനെ അവൻ പറഞ്ഞ എല്ലാ പ്രാവശ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യോ? എന്നിട്ടാ അങ്ങനെ ചെയ്യില്ല. ഇവിടെ മോളുമില്ല ആരങ്ങനെ അത് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. നിങ്ങൾ കഞ്ഞി